ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇക്കണോമിക് സിസ്റ്റം, അതുപോലെ തന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ സെക്ടറിൽ ഇന്ത്യ നേടിയെടുത്ത പുരോഗതി എന്തെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ട്രേഡിലും ഇന്ത്യക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യക്ക് വന്ന പുരോഗതി എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. Industry provides employment which is more stable than the employment in agriculture. It promotes modernization and overall prosperity. അതായത് അഗ്രികൾച്ചറിൽ നിന്ന് ലഭിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കൺട്രിയുടെ മോഡേണൈസേഷനെയും ഓവറോൾ പ്രോസ്പെരിറ്റിനെയും സഹായിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ 5-year പ്ലാൻസിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. നമുക്കറിയാം, അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യയിൽ വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ടും കോട്ടൺ, ടെക്സ്റ്റൈൽസ്, ദെൻ ജൂട്ട്, അതുപോലെ തന്നെ അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും ആ ഇക്കോണമിയിൽ സംഭവിക്കും. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയുടെ അടുത്ത ശ്രമം നടന്നിരുന്നത്. പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതായത് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ, അതായത് ക്യാഷ് ഒന്നും ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ആ ബിസിനസ് സക്സസ് ആവുന്ന തരത്തിലുള്ള ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുകയും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് റോള് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിള് നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രിൻസിപ്പിൾ പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ഇക്കോണമി, അതായത് ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായി നിൽക്കുന്ന ബിസിനസ്സുകളായിട്ടുള്ള അയേൺ ആൻഡ് സ്റ്റീൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ്, അതെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഗവൺമെന്റ് തന്നെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഇന്ത്യൻ ഇക്കോണമിയിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനെയും 3 കാറ്റഗറൈസ് ചെയ്തു. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ദ ഇൻഡസ്ട്രീസ് വിച്ച് വുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദി സ്റ്റേറ്റ്, അതായത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഫസ്റ്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ദ ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ കുഡ് സപ്ലിമെന്റ് ദ എഫേർട്ട് ഓഫ് ദി സ്റ്റേറ്റ് സെക്ടർ, അതായത് ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. 2 സെക്ടറും കൂടിയിട്ട് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. തേർഡ് കാറ്റഗറിയിൽ വരുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്, അതായത് ഗവൺമെന്റിന് അതിൽ ഒരു റോളും ഇല്ല, ഫുള്ളി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ആ കമ്പനി ഓൺ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. തേർഡ് കാറ്റഗറിയിൽ വരുന്ന പ്രൈവറ്റ് സെക്ടർ കമ്പനീസിന് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഒരു ലൈസൻസ് കിട്ടണം. ആ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ പ്രൈവറ്റ് സെക്ടർ കമ്പനീസിന് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ലൈസൻസ് സിസ്റ്റം മെയിൻ ആയിട്ടും ഗവൺമെന്റ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ടു പ്രൊമോട്ടിംഗ് ദ ഇൻഡസ്ട്രി ഇൻ ബാക്ക്വേർഡ് റീജിയൻ, അതായത് ഈ റൂറൽ ഏരിയാസിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വരാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു ലൈസൻസ് സിസ്റ്റം ഏർപ്പാടാക്കിയത്. കാരണം ഈ ബാക്ക്വേർഡ് റീജിയനിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ ഇൻഡസ്ട്രിക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസ് കിട്ടാൻ വളരെയധികം എളുപ്പമായിരുന്നു. അതിന് പുറമെ തന്നെ വളരെ കുറഞ്ഞ ടാക്സ് റേറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജും ഒക്കെ വളരെ കുറവാണ് ഈ റൂറൽ ഏരിയാസിലൊക്കെ ഈ കമ്പനീസിന് പേ ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ റീജിയണൽ ഇക്വാളിറ്റി, അതായത് എല്ലാ റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ അർബൻ ഏരിയാസിലും അതായത് സിറ്റി ഏരിയാസിലും ഒരുപോലെ സമത്വം അല്ലെങ്കിൽ ഇക്വിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ്. ഇൻ 1955 ദ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി കോൾഡ് കാർവ് കമ്മിറ്റി നോട്ടഡ് ദ പോസിബിലിറ്റി ഓഫ് യൂസിംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ പ്രൊമോട്ടിംഗ് ദ റൂറൽ ഡെവലപ്മെന്റ്. അതായത് 1955 കാർവ് കമ്മിറ്റിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഒരു പോസിബിലിറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് റൂറൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതായത് ഗ്രാമീണ മേഖലകളിലുള്ള
രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു അവർ മെയിനായിട്ടും പ്രൊമോട്ട് ചെയ്തിരുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കേ ആവശ്യമുള്ളൂ. 1950 കാലഘട്ടങ്ങളിൽ മാക്സിമം 5 ലക്ഷം രൂപ മാത്രം മുതൽ മുടക്കുള്ള ബിസിനസ്സുകളായിരുന്നു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ വന്നിരുന്നത്. ഇപ്പോൾ കറന്റ്ലി 1 കോടി വരെ മാത്രം മുതൽ മുടക്കുള്ള ബിസിനസ്സുകളെല്ലാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈസ് മോർ ലേബർ ഇന്റൻസീവ്. They use more labor than the large scale industries. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു അച്ചാർ നിർമ്മാണ കമ്പനി ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ സോപ്പ് നിർമ്മാണം, കയർ ഫാക്ടറി, അങ്ങനെ അതിനൊന്നും വളരെയധികം മുതൽ മുടക്കിൻ്റെ ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളാണ്. അതിനെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് തന്നെ അവർ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ് പ്രൊഡക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വർക്കേഴ്സിനെ വെച്ചിട്ടാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വഴി ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആ പരിസരത്തിലുള്ള ജനങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേസമയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരുപാട് ക്യാഷ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർ മെഷീൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് കൂടുതൽ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. They were also given concessions such as lower excise duty and bank loan at lower interest rate. അതായത് ഇവർക്ക് എക്സൈസ് ഡ്യൂട്ടി ഒക്കെ വളരെ കുറഞ്ഞ ചെലവിൽ മാത്രമേ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് ബാങ്ക് ലോൺ ഒക്കെ വളരെ ഈസി ആയിട്ട് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ വൺ ഓഫ് ദി ഡ്രോബാക്സ് ആണ് സബ്സിഡീസ് ആൻഡ് ടാക്സ് റിബേറ്റ് ഇൻക്രീസ് ദ ഗവൺമെന്റ്സ് ഫിനാൻഷ്യൽ ബേർഡൻ. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് സബ്സിഡി ആയിട്ട് അവർക്ക് നൽകും. അതുപോലെ തന്നെ അവരുടെ ടാക്സ് റേറ്റും കുറവായിരിക്കും. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഇൻകത്തിനെ കുറക്കുകയും ഗവൺമെന്റിന് ഇതെല്ലാം വളരെയധികം ബേർഡൻ ആക്കി തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഏരിയയിലുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് പവർ ഷോർട്ടേജ്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് വിൽക്കാനുള്ള ഒരു സഫീഷ്യന്റ് മാർക്കറ്റ് ഇല്ല, അവൈലബിൾ അല്ല. Then absence of basic amenities, lack of credit facilities etc. are the other drawback. Basic amenities ആയിട്ടുള്ള റോഡ്, ഇലക്ട്രിസിറ്റി, പവർ, വാട്ടർ അതിൻ്റെ എല്ലാം ലഭ്യതക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺ കിട്ടാനായിട്ടും ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രേഡ് പോളിസി ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ട്രേഡ് പോളിസിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പോളിസിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഗുഡ്സ് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കച്ചവടം ചെയ്യണം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ട്രേഡ് നടത്തുന്നതിന് ഒരുപാട് പോളിസീസ് ഫോളോ ചെയ്യണം. അതാണ് ട്രേഡ് പോളിസിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ദിസ് പോളിസി എയിംഡ് അറ്റ് റീപ്ലേസിങ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോറിൻ ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഗുഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോർട്ടിംഗ് വെഹിക്കിൾസ് മെയ്ഡ് ഇൻ എ ഫോറിൻ കൺട്രി, അതായത് വിദേശ രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ് നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. In this policy, the government protected the domestic industries from foreign competition. ഈ ഒരു പോളിസി വഴി ഗവൺമെൻറ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സോ ഇത്തരത്തിൽ ഡൊമസ്റ്റിക് കമ്പനീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്ത 2 മെത്തേഡാണ്. ഫസ്റ്റ് വൺ താരിഫ്, സെക്കൻഡ് വൺ ക്വാട്ടാസ്. താരിഫ് എന്ന് പറഞ്ഞാൽ താരിഫ് ആർ എ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ദേ മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് മോർ എക്സ്പെൻസീവ് ആൻഡ് ഡിസ്കറേജ് ദെയർ യൂസ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സിന് വളരെയധികം ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഈടാക്കി. ഓക്കെ, അങ്ങനെ ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഈടാക്കുമ്പോൾ ഫോറിൻ ഗുഡ്സിന് വില കൂടുകയും അതിൻ്റെ ഉപയോഗം കുറയാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്തു.
ഓക്കെ. ദെൻ സെക്കൻഡ് മെത്തേഡ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തതാണ് ക്വാട്ടാസ്. അതായത് ക്വാട്ടാസ് സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. അതായത് വിദേശ രാജ്യത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സിന്റെ നമ്പറിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. അതായത് ഇത്ര നമ്പർ ഓഫ് ഗുഡ്സ് മാത്രമേ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. സോ അതിന്റെ ഫലമായിട്ടും ഫോറിൻ ഗുഡ്സിനോടുള്ള ആ ഒരു താല്പര്യം നമുക്ക് കുറയുകയും നമ്മൾ കൂടുതൽ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് തുടങ്ങുകയും അതിന്റെ ഫലമായി തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനീസിന് അത് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്തു. സോ ഗവൺമെന്റ് മെയിൻ ആയിട്ട് എയിം ചെയ്തിരുന്നത് ഫോറിൻ ഗുഡ്സ് അവോയ്ഡ് ചെയ്ത് നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ഇഫക്റ്റ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതായത് ഗവൺമെന്റ് ഇങ്ങനെ ഒരുപാട് പോളിസീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്തരത്തിലുള്ള പോളിസീസ് എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. The achievement of India's industrial sector during the first 7 5-year plans are impressive in need. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ 7 5-year പ്ലാനിൽ ഇന്ത്യക്ക് വളരെ നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. The proportion of GDP contributed by industrial sector increased in the period from 13% in 1950 to 51 to 24.6% in 1990 to 91. ടോട്ടൽ GDP-യിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 13%-ൽ നിന്നും 24.6% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം ഒരു GDP ആണ് നമ്മുടെ കൺട്രിയുടെ ഇക്കണോമിക് പ്രോസ്പെരിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, GDP കൂടിയാൽ ആ കൺട്രി ഹൈ പൊസിഷനിലാണെന്ന് നമുക്ക് പറയാം. സോ ആ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വഴി നമ്മുടെ GDP ഗ്രോത്ത് ചെയ്യാനും കാരണമായി. 1990s ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡൈവേഴ്സിഫൈ ചെയ്തു. അതായത് ആദ്യം കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രിയിൽ മാത്രമായിരുന്നു കോൺസെൻട്രേഷൻ. പക്ഷേ അതിന് 1990s ശേഷം മറ്റു പല ഇൻഡസ്ട്രീസും നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്തത് വഴി കയ്യിലധികം ക്യാഷ് ഇല്ലാത്ത ജനങ്ങൾക്കടക്കം ചെറിയ രീതിയിലുള്ള ബിസിനസ് തുടങ്ങാനായിട്ട് സഹായിച്ചു. ദെൻ ഫോറിൻ കോമ്പറ്റീഷൻ റെസ്ട്രിക്റ്റ് ചെയ്തത് വഴി നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിന് അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. ഇതൊക്കെയായിരുന്നു ഇൻഡസ്ട്രിയൽ പോളിസി വഴി നമ്മുടെ ഇന്ത്യക്കുണ്ടായ മെയിൻ ആയിട്ടുള്ള അച്ചീവ്മെന്റ്. അതേസമയം ഇതുകൊണ്ട് കുറച്ച് ഡ്രോബാക്സും നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചു. ഫസ്റ്റ് വൺ, ദ സിസ്റ്റം ഓഫ് ലൈസൻസിങ് ക്രിയേറ്റഡ് ലൈസൻസ് പെർമിറ്റ് രാജ്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്നും ഒരു ലൈസൻസ് ലഭിക്കണം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ലൈസൻസ് ലഭിക്കാൻ അവർ പലതരത്തിലുള്ള വളഞ്ഞ വഴികളും സ്വീകരിച്ചു. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ലൈസൻസ് കിട്ടാനായിട്ട് ഒരുപാട് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. ഇതും ഇന്ത്യയിൽ പുതിയതായിട്ടുള്ള ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള ഒരു തടസ്സം സൃഷ്ടിച്ചു. ദ നെക്സ്റ്റ് വൺ, പബ്ലിക് സെക്ടർ ഇൻ മെനി കേസസ് ഇൻകേർഡ് ഹ്യൂജ് ലോസസ്. നമുക്കറിയാം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആയിരുന്നു പുതിയ തരത്തിലുള്ള ഇൻഡസ്ട്രീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം നഷ്ടത്തിലേക്കാണ്, ഹ്യൂജ് ലോസിലേക്കാണ് അത് നയിച്ചത്. അതുപോലെ തന്നെ റിസർവേഷൻ ഫോർ പബ്ലിക് സെക്ടർ ക്രിയേറ്റ് പബ്ലിക് സെക്ടർ മോണോപോളി. അതായത് ചില തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഗവൺമെന്റിന് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കുത്തക, ഒരു മോണോപോളി അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത്തരത്തിൽ ഗവൺമെന്റ് കമ്പനീസിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. സോ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനീസിന് ഇത്തരത്തിലുള്ള റിസർവ്ഡ് ഏരിയാസിൽ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിച്ചില്ല. സോ ദിസ് ഹാം ദ ഇൻട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ്. ഇങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരുപാട് തരത്തിലുള്ള നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ദെൻ പബ്ലിക് സെക്ടർ എൻറ്റേർഡ് ഇൻ ടു അൺനെസസറി ഏരിയാസ്. അതായത് ഗവൺമെന്റ് എല്ലാ ഏരിയാസിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പ്രൊഡക്ഷൻ ഓഫ് ബ്രെഡ്, ഫോട്ടോഗ്രാഫിക് ഫിലിംസ്, ഹോട്ടൽ ഇൻഡസ്ട്രി, അതൊന്നും സക്സസ്ഫുൾ ആവുകയും ചെയ്തില്ല. അതേസമയം ഒരുപാട് റിസോഴ്സസ് വേസ്റ്റ്ഫുൾ ആവുകയും ചെയ്തു. ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് എന്റർപ്രൈസസ്. അതായത് ആ കാലഘട്ടത്തിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഒന്നും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ആയിരുന്നു കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളിലും ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നത്. സോ ഇതും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ ഒരു വീഴ്ച സംഭവിക്കാനായിട്ടും കാരണമായി. ഇത്തരത്തിലുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻഡസ്ട്രിയൽ സെക്ടറിലും അഗ്രികൾച്ചർ സെക്ടറിലും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഡെവലപ്മെന്റ്സ്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. തീർച്ചയായും എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്